ഹായ് ഹലോ നമസ്തേ വെൽക്കം ടു 48 ഫ്രെയിംസ് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ യൂട്യൂബിലോ ജനറലി ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് റെഡ് ഫ്ലാഗ്സിനെ കുറിച്ചിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ടാവും. ഞാനും കുറച്ച് ആർട്ടിക്കിൾസൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്കായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത് നിങ്ങൾ കാണേണ്ട ഈ ഗ്രീൻ ഫ്ലാഗ്സിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, എങ്ങനെയാണ് നമ്മൾ ഒരാളെ ഡിസൈഡ് ചെയ്യുമ്പം, ഇല്ലെങ്കിൽ വെൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ആൻഡ് ഡിസൈഡിങ് അബൌട്ട് എ ലോങ് ടേം അഫിലിയേഷൻ ഓർ ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ, എന്തൊക്കെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും വാല്യൂ ചെയ്യേണ്ടതും എന്നുള്ള കുറച്ച് ഗ്രീൻ ഫ്ലാഗ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിലോ കറൻറ്റ് റിലേഷൻഷിപ്പിലോ ഉള്ള റെഡ് ഫ്ലാഗ്സിനെ കുറിച്ച് കണ്ടിട്ടും ആലോചിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്, വൈ ഇസ് ദാറ്റ് ഐ ഗെറ്റ് attracted to similar people. ഇതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണെന്ന് അറിയാം, പക്ഷെ വീണ്ടും വീണ്ടും അതുപോലത്തെ ഒരു പാറ്റേണിൽ തന്നെ ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു ടെൽ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദാറ്റ് ബിഫോർ മൂവിങ് ടു ദ ഗ്രീൻ ഫ്ലാഗ്സ്. നമ്മൾ വളർന്ന സാഹചര്യം എന്ന് പറയുന്നത്, യു വുഡ് ഹാവ് ലുക്ക്ഡ് അപ്പ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ക്യാരി ദീസ് ട്രേറ്റ്സ്. ചിലപ്പോൾ അതൊരു അച്ഛനായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു അമ്മയായിരിക്കാം, ഓർ മേ ബി യുവർ സിബ്ലിങ്സ്, സിസ്റ്റേഴ്സ് ഓർ ബ്രദേഴ്സ്. അവർ അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റിൽ നിങ്ങൾ വളർന്ന ആൾക്കാരാണെങ്കിൽ യു വുഡ് പ്രൈമറിലി ഫീൽ ഇറ്റ്സ് ഫൈൻ, അത് ഓക്കെ ആണ്, ഇങ്ങനെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ബിക്കോസ് നമ്മൾ ഇരിക്കുന്ന ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ചുറ്റുപാടാണ്. അതുകൊണ്ട് പിന്നെയുള്ളത്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു റിലേഷൻഷിപ്പിലായതുകൊണ്ട് ഈ സൊസൈറ്റൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് സേവ് ചെയ്യണം. ഐ ഹാവ് ബീൻ ഇൻ എ റിലേഷൻഷിപ്പ് ഫോർ സോ ലോങ്, ഇനിയിപ്പോൾ ഇതിന്ന് പുറത്ത് വന്നാൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ള ആ ഒരു ഫിയർ കാരണം നമ്മൾ ആ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാനായിട്ട് റെഡ് ഫ്ലാഗ്സിനെ കണ്ടാലും വീണ്ടും വീണ്ടും അതിലോട്ട് തന്നെ പോയി ഒരാളെ സേവ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ കോൺസെപ്റ്റേ അറിയില്ല. ദർ ഇസ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് അക്സെപ്റ്റബിൾ, വാട്ട് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. സോ അവർക്കൊരു ലാക്ക് ഓഫ് അവെയർനെസ് ആണ് എന്തൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യം അറിയാത്ത കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഒരു ഫിസിക്കൽ അട്രാക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുമല്ലോ, എല്ലാവരും കൊടുക്കും. ജനറലി ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഫിസിക്കൽ അട്രാക്ഷൻ എപ്പോഴും നമുക്ക് ഫസ്റ്റ് ആണല്ലോ. നമ്മളൊരാളോട് ചോദിക്കുകയാണെങ്കിൽ, ഓ അവരുടെ ഈ ഒരു ക്യാരക്ടറായിരുന്നു നന്നായിട്ടിരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ആദ്യ നോട്ടത്തിൻ്റെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ചില ആൾക്കാർ അവർ ഒരു ബോയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ വിൽ സേ ഓക്കെ ഐ ലൈക്ക് ടു ഹെയർ, ഐ ലൈക്ക് ടു സ്മൈൽ എന്ന് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ ഗേൾസും പറയുന്നുണ്ടാവും നല്ല ഹൈറ്റ് ഉണ്ട്, നന്നായിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല എക്സ്റ്റേണൽ അപ്പിയറൻസസ് ആയിരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുക. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് മുഴുകി പോവുകയാണ്. അപ്പം വേറെ കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാനും പറ്റുന്നില്ല. അത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. യു വുഡ് ഹാവ് ടേക്കൺ എ ലോട്ട് ഓഫ് ടൈം ഇൻ ഐഡൻറ്റിഫൈയിങ് ദീസ് ഇഷ്യൂസ്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിന് ഇമ്പോർട്ടൻസ് പോകുമ്പം ഇത് അങ്ങോട്ട് സൈഡ് ലൈനായി പോകുന്നതാണ്. പക്ഷേ ഡോണ്ട് ഓൾവേസ് തിങ്ക് ദാറ്റ് യു കനോട്ട് ബ്രേക്ക് ദ സൈക്കിൾ. അത് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കുറച്ച് ഗ്രീൻ ഫ്ലാഗ്സ് ഉണ്ടല്ലോ, ഇതിനെയും കൂടി ഒന്ന് മനസ്സിൽ വെക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി മെച്ചോർഡായിട്ട് ഒരു റിലേഷൻഷിപ്പിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സീരീസ് ഓർ ദ സൈക്കിൾ ഓഫ് ചൂസിങ് പീപ്പിൾ ഹു ആർ നോട്ട് റൈറ്റ് ഫോർ യുവിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. So the first and foremost thing is always see that ഒരു വളരെ നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷന് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കണം. ഞാൻ പറഞ്ഞോട്ടെ, ഇത് എൻ്റെ കാര്യമാണ്, ഞാനല്ലേ പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ റൈറ്റ് തിങ്, റൈറ്റ്? കേൾക്കട്ടെ, എന്താണ് പറയാനുള്ളത്, വാട്ട് ഈസ് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്, ആൻഡ് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്. ഓക്കെ, ആൻഡ് ബൈ പ്രാക്ടീസ് ഇറ്റ് സെൽഫ് നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കാൻ, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഐ വുഡ് ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് യു എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു വാല്യൂ ഡെഫിനറ്റ്ലി കൊടുക്കണം കേട്ടോ. ബിക്കോസ് നമുക്ക് എന്തൊക്കെ ഗിഫ്റ്റ്സ് വാങ്ങിയാലും, എന്തൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം കിട്ടിയാലും, ഇറ്റ് ഈസ് നൈസ്, ഞാനത് നന്നായിട്ടില്ലെന്ന് പറയില്ല, പക്ഷേ
ആ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരാളാണെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടേതായ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, സോ സ്പെഷ്യലി നിൻ്റെ ഫ്രണ്ട്സ് നിൻ്റെ ഒരു ലോകം എന്നുള്ള ഒരു ഇതുണ്ടാകുമ്പം ബി ഹാപ്പി ഇൻ ദാറ്റ് എന്നുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കാൻ പറയില്ല എന്ന് പറയുന്ന ലവ് ഇല്ലെന്നല്ല. അവർക്കറിയാം ഹൗ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് സ്പേസ് ഓഫ് യോഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കും ഒരു ലൈഫ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രണ്ട്സ് ഉണ്ട്, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ ദാറ്റ്സ് എ വണ്ടർഫുൾ ക്വാളിറ്റി അല്ലേ? അതുപോലെ തന്നെയാണ് ട്രസ്റ്റ്. ഇപ്പം ഒരാൾ ഒരു മെയിൽ ഫ്രണ്ട് ഓർ ഫീമെയിൽ ഫ്രണ്ട് വിച്ച് എവർ ജെൻഡർ, ഇഫ് യു ജസ്റ്റ് സേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോഴോ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴോ അതിൽ കൂടുതൽ ഇൻവോൾവായി എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് വെരി നൈസ്, റൈറ്റ്? സോ ആ ഒരു ട്രസ്റ്റ്, നോ മാറ്റർ വാട്ട്, ഡെഫിനറ്റ്ലി നത്തിങ് റിയലി ഡ്രാസ്റ്റിക് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അത് നടന്നാലും നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുള്ള ആളായിരിക്കണം നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. സോ അതുപോലെ തന്നെ നെക്സ്റ്റ് തിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു സേ ഈസ് ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഇപ്പം ഞാനൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യും, ഞാൻ വരയ്ക്കും, ഇതൊന്ന് നോക്കിയാട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ ഇതെന്താണ് ഇങ്ങനെയാണോ എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ടൈമും അതിന് ഒരു മോട്ടിവേഷൻ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, വൈ ഡോണ്ട് യു ഡു ദിസ് എന്നുള്ള കാര്യം ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ someone who is very motivating, trying to help you or take your problems as their problems, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മൾ ഇവിടെ പറ്റുന്നൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഓവറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി വെരി നെഗറ്റീവ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഓക്കെ എനിക്കിത് ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് സോ ഗുഡ്, യു ആർ ഡൂയിങ് വണ്ടർഫുൾ, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഇനിയും നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള കോഴ്സസ് ഒക്കെ ഉണ്ട്, എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് ട്രേറ്റ്. അപ്പം അങ്ങനെ ഒക്കെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എപ്പോഴും ഒരു മുൻതൂക്കം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം ഇഫ് യു ആർ ഹാവിങ് എൻ ഇഷ്യൂ, ഇപ്പോൾ ഒരു സഡനായിട്ടൊരു വർക്കിലൊരു പ്രശ്നം വരികയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം ഇതൊന്നും എനിക്ക് കേൾക്കാൻ സമയമില്ല എന്ന് പറയുന്ന ആളെയാണോ ഇഷ്ടം? അല്ല ഇതൊക്കെ സാരമില്ല, ഇതൊക്കെ നാളത്തേക്ക് ശരിയാവും, ദിസ് ഇസ് ഹൗ യു നീഡ് ടു ഡീൽ, അങ്ങനെയുള്ള ആളെയാണോ ഇഷ്ടം? സോ ഒബ്വിയസ്ലി നമ്മുടെ പ്രശ്നം അവരുടെയും കൂടി ഒരു പ്രശ്നമായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ കൂടെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കുന്ന ആളായിരിക്കണം എപ്പോഴും. യു ഹാവ് ടു ചൂസ്. സോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പലപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്, പക്ഷേ വി ഡു നോട്ട് അപ്ലൈ ഇറ്റ്. എപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുക. സോ വാട്ട് ഐ തോട്ട് ടുഡേ വാസ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് ബാഡ്, ഇറ്റ്സ് നോട്ട് ഓൾവേസ് ടോക്സിക് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് റെഡ് ഫ്ലാഗ്സ്. സോ ഇന്ന് എനിക്ക് പറയാനുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. ആരാണോ നിങ്ങൾക്ക് വേണ്ടി സമയം തരുന്നത്, ആരാണോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ആരാണോ നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ആരാണോ നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നത്, ഇതൊക്കെയാണ് ബ്യൂട്ടിഫുൾ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു ഓൾ ആൻഡ് കീപ് ഇൻ മൈൻഡ് ഇഫ് യു ആർ ഇൻ എ dating phase. See, there's no age for dating, right? ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും നിങ്ങൾ ഒരു പാർട്ട്ണറിൽ കാണേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. സോ ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം ഇൻ ഫൈൻഡിങ് യുവർ സോൾമേറ്റ്. സോ ഇതിനൊപ്പം തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനൊരു 7-day പ്രോഗ്രാം ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് ഡിറക്റ്റഡ് ടുവേർഡ്സ് സ്പെസിഫിക് ഇഷ്യൂസ്. നിങ്ങളുടേത് ഉള്ളത് എന്താണാവോ, ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആണെങ്കിലോ ഇല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും അതൊരു 7 days ഓഫ് ഇൻറ്റൻസ് വർക്ക്ഷോപ്പാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടേക്കാം. If you're interested, please to register. Fees and other details will be shared by the booking team to you all. So thank you so much for joining in. I hope you had a wonderful time listening to me.